ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ദുബായിൽ 11 മണിക്ക് കൽക്കി 2898 AD എന്ന് പറഞ്ഞ സിനിമ കണ്ട് ഇപ്പോൾ 2:30 ഞാൻ വീട്ടിൽ എത്തി. ഇത് ഓൺ ചെയ്ത് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് രാവിലെയൊക്കെ ഇട്ടാൽ മതിയെന്ന്. പക്ഷെ അല്ല മക്കളെ, അല്ല. ഡയറക്റ്റഡ് ബൈ നാഗ് അശ്വിൻ. അണ്ണ, ഐ സല്യൂട്ട് യു. അണ്ണ, ഐ സല്യൂട്ട് യു. എങ്ങനെ അണ്ണ ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തത്? എങ്ങനെ? മഹാഭാരതം, നിങ്ങൾ എന്തിനാണ് ഈ പടം എടുത്തത്, കൽക്കി എടുത്തത്? നിങ്ങൾ ആദ്യം മഹാഭാരതം എന്താണ് എടുക്കാത്തത്? എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. മഹാഭാരതം എന്താണ് എടുക്കാത്തത്? തീർന്നിട്ടില്ല. ആ ഒരു സീക്വൻസിൽ ആകെ എനിക്ക് ബോറായിട്ട് തോന്നിയത് അമിതാഭ് ബച്ചനെ യങ്ങായിട്ട് കാണിക്കുന്ന ഒരു സാധനം ഒഴിച്ച് അതങ്ങനെ കളയാൻ പറ്റുമോ? ആ സീക്വൻസ് വേറെ ലെവലായിരുന്നു അണ്ണ. എൻ്റെ പൊന്നു ബ്രോ, നാഗ് അശ്വിൻ ബ്രോ, എന്തൊരു പടമാണ് എടുത്ത് വെച്ചേക്കണ. കണ്ണപ്പം പറഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ജബ്ബാറ്, ഞാൻ ഇത് 600 കോടി രൂപയിൽ 1 രൂപ അങ്ങനെ വേസ്റ്റ് ചെയ്തിട്ടില്ല. 1 രൂപ. because of too much money for Karunya. $1,000. അല്ലാണ്ടപ്പാ, 1000 കൊണ്ട് നിനക്ക് എന്താവാനാ? ക്യാഷ്യറോട് 25,000 വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് വാങ്ങിച്ചോളൂ. ബാക്കി നിന്റെ അമ്മൂമ്മയ്ക്ക് മുറുക്കാനൊക്കെ വാങ്ങിച്ചു കൊടുക്കൂ. എന്നെ ഒരുപാട് എടുത്തു നടന്നിട്ടുള്ള. വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇംഗ്ലീഷ്, ഒരു ഹോളിവുഡിലെ ഒരു സാധനം കാണുന്ന ഫീലായിരുന്നു എനിക്ക്. ഫുൾ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരിക്കലും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. എന്നെ തിരിച്ചറിയാൻ വൈകിപ്പോയി സുഹൃത്തെ, ക്ഷമിക്കണം. ഈ തിരിച്ചറിവ് നിന്നെ ഉന്നതിയിലെത്തിക്കും. ഞാൻ രക്ഷിക്കും. ഒരു 1.5 ബോംബ്, ഒറ്റ ഷോട്ട് നേരെ കോംപ്ലക്സിൽ. മതി, ഇനി നിർത്തിക്കും.